ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറേഞ്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് ഹൈറേഞ്ചിലെ അഡ്മിന്മാർ. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ ചേർത്ത ലീഡർമാരൊക്കെ അവരുടെയൊക്കെ നെഞ്ചിടിപ്പ് കൂടി വരികയാണ്. ഒന്നും തന്നെ കേൾക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ആരും ഒന്നും മിണ്ടണ്ട എന്നാണ് പറയുന്നത്. ഗ്രൂപ്പൊക്കെ അഡ്മിൻ ഓൺലി ആക്കിക്കളേ. അഡ്മിൻ ഓൺലി ആക്കി, ആരും ഒന്നും കേൾക്കണ്ട. മറ്റ് ഗ്രൂപ്പുകളിലുള്ളവരൊക്കെ എക്സിറ്റ് അടിക്കുക, നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കുക. 23-ാം തീയതി നമുക്ക് നല്ലൊരു വിധി വരുമെന്നാണ്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അതിൻ്റെ പല ന്യായീകരണങ്ങളാണ്. ഇവരാരും തന്നെ ഇവരെ മുക്കിയ ബോണ്ട് പൊന്തി വന്ന കാര്യം പറയുന്നില്ല എന്നുള്ളതാണ്. ഇവർക്കറിയാം, 100% അറിയാം, ഇങ്ങനെയൊരു ബോണ്ട് ഇറക്കാൻ പാടില്ലായിരുന്നു എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ നമ്മുടെ അനിലക്കര ഇതിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയപ്പോൾ അപ്പോൾ തന്നെ ഇത് കൺസൈൻമെൻറ്റ് അഡ്വാൻസായി രൂപാന്തരപ്പെട്ടത്, അത് മാറ്റപ്പെട്ടത്, ബാക്ക് എൻഡിൽ അത് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് റെസീറ്റാക്കി മാറ്റി. ഇവരുടെ ബോണ്ടൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു എന്നാണ്. പക്ഷേങ്കിൽ കഴിഞ്ഞ ദിവസം അത് കോടതിയിൽ 55 ഇഞ്ച് സ്ക്രീനിൽ നല്ല വ്യക്തമായി ആ ബോണ്ട് അങ്ങനെ തെളിഞ്ഞു വന്നു. തിരുവനന്തപുരത്തെ ഒരു നിക്ഷേപകയുടെ ബോണ്ടാണ് പോലീസ് കാണിച്ചു കൊടുത്തത്. അതിൻ്റെ ഹാർഡ് കോപ്പി ആ സമയത്ത് ജഡ്ജി എടുത്തിട്ട് പറഞ്ഞു, ഇത് തന്നെയാണല്ലോ അല്ലേ അത് പറഞ്ഞു. അതേ സാർ, ഇത് തന്നെയാണ് അത് എന്ന് പറഞ്ഞു. അതിന് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നത് മോർട്ടേജ് ക്യാപിറ്റൽ ബോണ്ട് ഇറക്കാൻ RBIയുടെ അനുമതി വേണ്ടേ എന്നാണ്. ഇതേ ബോണ്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് ജഡ്ജി ചോദിച്ചത് ഇവരുടെ വക്കീലിനോട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് പഞ്ചായത്തിൽ നമ്മൾ നികുതി അടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തതാണ്, അതുകൊണ്ട് നമുക്ക് അതൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ കൂടുതലൊന്നും ചോദിക്കരുത്, അത് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയില്ല. അതുകൊണ്ട് എനിക്ക് ഇൻസ്ട്രക്ഷൻസ് എടുക്കേണ്ടി വരും, എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് എന്നോടൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്ന് അവിടുന്ന് തടിയൂരുകയായിരുന്നു. അടുത്ത ദിവസം വന്നിട്ട് ഇതാണ്, പ്രതാപൻ ആരുമല്ല, വെബ്സൈറ്റ് നമ്മുടേതല്ല, സർക്കുലർ നമ്മുടേതല്ല, ബോണ്ട് നമ്മൾ ഇറക്കിയിട്ടില്ല, എല്ലാം വ്യാജം. അങ്ങനെ പലതും യൂട്യൂബിലൊക്കെ കാണും, പക്ഷേങ്കിൽ അതൊന്നും നമ്മുടെ കമ്പനി ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. ആ സമയത്താണ് ഇവരുടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ ആൾക്കാർ തന്നെ വന്നിട്ട് ഈ ബോണ്ട് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് പരാതി കുറവാണ് എന്നുള്ളതാണ്. എന്തോ ഇവർക്ക് എണ്ണീറ്റ് 35 പരാതിയെ കിട്ടിയിട്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് എനിക്കറിയുന്ന പരാതികളുടെ എണ്ണം ഇവരറിയണ്ട. ഇവർ പറയുന്നത് 10 ലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് ED പറഞ്ഞിട്ട് അതിൽ 35 ആൾ മാത്രമേ പരാതി നൽകിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. എന്തിനാണ് പരാതി? ഒരു കമ്പനി ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് പണം പിരിക്കുന്നുണ്ട് എന്നുള്ള തെളിവ് ഹാജരായി കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ പബ്ലിക്കിൻ്റെ എടുക്കുന്ന പണം പിരിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ എന്തിനാണ് അധികം പരാതി? ആ പണം തേച്ചും അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊന്നും പരാതിയെ ആവശ്യമില്ല. പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് ഈ പൂട്ടുന്നതിന് മുന്നേ തന്നെ 4 FIRകൾ, 3 FIR മണി ചെയിൻ ആണെന്ന് പറഞ്ഞുകൊണ്ടും ക്രിപ്റ്റോ കറൻസിയും മണി ചെയിൻ തട്ടിപ്പാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടും, ഒന്ന് ഇവരുടെ പ്ലാന്, അത് കോടതിയുടെ ഉത്തരവിൻ്റെ പ്രകാരം ഇവരുടെ പ്ലാൻ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു FIRഉം നിലവിലുണ്ട്. അതിനുശേഷമാണ് പൂട്ടിക്കെട്ടലുകളൊക്കെ നടക്കുന്നത്. പൂട്ടിക്കെട്ടലിന് ശേഷമാണ് ബോണ്ടും കീണ്ടുമൊക്കെ ഇതുവരെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം നിർത്തലാക്കാനും അതിൽ നിക്ഷേപിച്ചവരെ സംരക്ഷിക്കാനുമുള്ള നിയമമാണ്.
അല്ലാതെ ഇത് രണ്ട് വ്യക്തികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പണം കൈമാറ്റം മാത്രമല്ല. അങ്ങനെ ആവുമ്പോഴാണ് രണ്ട് വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണം കൈമാറ്റം ചെയ്യുമ്പോൾ കൊടുത്തവന് പരാതിയില്ലെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാളെ അടിച്ചാൾക്ക് പരാതിയില്ല, അല്ല അടി കൊണ്ടാൾക്ക് പരാതിയില്ല, അപ്പോൾ അങ്ങനെ ഒരു കേസാവില്ല അല്ലേ? പക്ഷെ അതുപോലെയല്ല, കുത്തിക്കൊന്നു കഴിഞ്ഞാൽ പരാതി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പറയുന്നത് യാതൊരു വിധത്തിലും ഈ കമ്പനി തിരിച്ചു വരില്ല എന്ന് വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിലിരിക്കുന്ന ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പണം തിരികെ കിട്ടണമെങ്കിൽ ഈ 212 കോടിയിൽ നിന്ന് നിങ്ങളുടെ പണം ഉണ്ട് എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കണമെങ്കിൽ നിങ്ങൾ FIR ഇടേണ്ടി വരും. നിങ്ങൾ ബാങ്കിൻ്റെ കൂടിയാണോ അല്ലെങ്കിൽ മറ്റ് രേഖകൾ കൂടിയാണോ ഈ കമ്പനിക്ക് അയച്ചത് എന്നുള്ള രേഖ കാണിക്കേണ്ടി വരും. നിങ്ങൾക്ക് 5 പൈസ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അതും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കേണ്ടി വരും. അങ്ങനെ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയി നിങ്ങൾക്ക് എന്തായാലും പൈസ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു തരത്തിലും ആശ്വസിക്കാൻ കഴിഞ്ഞ ദിവസത്തെ കോടതിയുടെ നിരീക്ഷണങ്ങളും അവിടെ കണ്ട കാര്യങ്ങളും വെച്ചിട്ട് ഒരു തരത്തിലും നിങ്ങളുടെ കമ്പനി തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. മറിച്ചൊരു വിധി, കമ്പനി തുറന്നു തരണമെന്നുള്ള വിധി ഉണ്ടാവില്ല. ബൈ.